നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അൽ ഹിലാല് ബ്രൂണോ ഫെർണാണ്ടസിനെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കണ്ടല്ലോ. വമ്പൻ ഓഫറാണ് വെച്ചിരിക്കുന്നത്. ഇന്നലെ റൂബൻ അമോറിം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. ബ്രൂണോ വിട്ടുപോകില്ല എന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് അൽ ഹിലാല്. എന്നാൽ അവരുടെ നഗരവൈരികളായിട്ടുള്ള അൽ നസർ ടീമിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ 2 വർഷത്തേക്ക് കൂടി സൈൻ ചെയ്തു എന്നൊക്കെ ഇന്നലെ വാർത്തകൾ ചില മാധ്യമങ്ങൾ കൊടുത്തെങ്കിലും അത് സംഭവിച്ചിട്ടില്ല. പക്ഷെ അതിലേക്ക് തന്നെയാണ് ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കുന്നത് എന്ന് സൗദി അറേബ്യൻ സോഴ്സുകൾ പറയുന്നു. അതോടൊപ്പം തന്നെ ടീമിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആവശ്യം സാധിക്കാൻ അവർ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇതാ ഒരു വമ്പൻ താരത്തെ സ്വന്തമാക്കാനുള്ള നീക്കത്തിലേക്ക് അവർ കടക്കുന്നു. ഫബ്രിസിയോ റൊമാനോ തന്നെ സ്ഥിരീകരിക്കുന്നു. യെസ്, ലൂയിസ് ഡയസിനെ സ്വന്തമാക്കാൻ അവർ ശ്രമിക്കുന്നു. നിങ്ങൾക്കൊക്കെ വലിയ വിശ്വാസമുള്ള ഫബ്രിസിയോ കുറിക്കുന്നത് എങ്ങനെയാണ്? അൽ നസർ കൺസിഡർ ചെയ്യുന്ന ലൂയിസ് ഡയസിനെ അവരുടെ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലേക്കുള്ള മെയിൻ ടാർഗറ്റ് ആയിട്ടാണ്. അങ്ങനെ ടു റീസ്റ്റാർട്ട് വിത്ത് അംബീഷ്യസ് പ്ലാൻ, ഒരു അംബീഷ്യസ് പ്ലാനോട് കൂടി റീസ്റ്റാർട്ട് ചെയ്യണം, ടീമിനെ ശക്തിപ്പെടുത്തണം. അതാണ് അവരിപ്പോൾ ലക്ഷ്യമിടുന്നത്. പറയാം, പോയ സീസണിൽ അത്ര അംബീഷ്യസ് പ്ലാൻ അല്ല എന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. താരങ്ങളുടെ ക്വാളിറ്റിയിലും പലർക്കും എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ടീമിനെ ശക്തിപ്പെടുത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലൂയിസ് ഡയസിനെ സ്വന്തമാക്കാനായിട്ട് അവർ ശ്രമം നടത്തുമ്പോൾ FC ബാഴ്സലോണയ്ക്ക് ലൂയിസ് ഡയസിൽ താല്പര്യമുണ്ട്. നമുക്കറിയാം, അത് നേരത്തെ മുതൽ കേൾക്കുന്നതാണ്. പക്ഷേ FC ബാഴ്സലോണയ്ക്ക് ഒരു വമ്പൻ ഓഫർ വെച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാമല്ലോ, അതാണ് ബാഴ്സയുടെ അവസ്ഥ. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ അവർ കൊണ്ടുവന്ന താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ജനുവരിക്ക് ശേഷം ഓൽമോയുടെ കാര്യത്തിലൊക്കെ അവർക്ക് കോടതിയിലൊക്കെ പോവേണ്ടി വന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ വമ്പൻ ഓഫർ കൊടുത്ത് ലൂയിസ് ഡയസിനെ സ്വന്തമാക്കുക എന്നുള്ളത് ഒരു പക്ഷേ ബാഴ്സക്ക് നടന്നേക്കില്ല. അത് ഫബ്രിസിയോ തന്നെ പറയുന്നുണ്ട്. ബാഴ്സലോണ ഹാവ് ഓൾസോ ലൂയിസ് ഡയസ് ഓൺ ദി ലിസ്റ്റ്. അവരുടെ ട്രാൻസ്ഫർ ടാർഗറ്റ് ലിസ്റ്റിൽ ലൂയിസ് ഡയസ് ഉണ്ട്. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫൈനാൻഷ്യൽ റിക്വസ്റ്റ് ബൈ ലിവർപൂൾ ആവശ്യപ്പെടുന്ന ഫൈനാൻഷ്യൽ റിക്വസ്റ്റ് അനുസരിച്ചിരിക്കും. ഒരു വമ്പൻ ക്യാഷാണ് ചോദിക്കുന്നതെങ്കിൽ അത് ബാഴ്സയെ പിന്നോട്ടടിക്കും. അതേസമയം അൽ നസർ ഓൾറെഡി ഹാൻകോയെയും ലൂയിസ് ഡയസിനെയും അവരുടെ പ്രയോറിറ്റി ടാർഗറ്റ്സ് ആക്കി വെച്ചിട്ടുണ്ട്. അവർ അതിനനുസരിച്ചാണ് നീക്കങ്ങൾ നടത്തുന്നതെന്ന് ഫബ്രിസിയോ റൊമാനോ കുറിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.